പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശങ്കാജനകമായ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ അടുത്ത സമയത്ത് നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിൽ കൂടി വായിച്ചറിഞ്ഞിരുന്നു, വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കുറഞ്ഞ കാലയളവിൻ്റെ ഉള്ളിൽ 43 പള്ളികൾ, മദ്രസകൾ, ദർഗകൾ ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങളുടെ ആരാധനകളും വ്യവഹാരങ്ങളും പ്രാർത്ഥനകളുമൊക്കെ നടത്തുന്ന ഇടങ്ങൾ പൊളിച്ചു നീക്കപ്പെടുകയോ ഭാഗികമായി അവയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയോ നമ്മുടെ രാജ്യത്ത് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നിർമ്മാണങ്ങളിലെ അപാകതകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നൂലാമാലകളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ മറവിലൂടെ രാജ്യത്തെ പ്രധാനപ്പെട്ട മുസ്ലിം സമൂഹത്തിൻ്റെ, രാജ്യത്തെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമൂഹമായ മുസ്ലിങ്ങളുടെ മദ്രസകളുടെയും പള്ളികളുടെയും മേലേക്ക് കൈകടത്തുന്ന സാഹചര്യം കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം നമ്മളെല്ലാവരും ആശങ്കപ്പെട്ടതുപോലെ സുപ്രീം കോടതിയിൽ നിന്ന് വളരെ വിചിത്രമായൊരു വിധി വന്നു. മധ്യപ്രദേശിലെ കമാൽ മൗല മസ്ജിദ് 14ാം നൂറ്റാണ്ടിൽ നിർമ്മാണം പൂർത്തീകരിച്ച പള്ളിയാണ് കമാൽ മൗല മസ്ജിദ് എന്ന് പറയുന്ന ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന മുസ്ലിമീങ്ങളുടെ ആരാധനാലയം. ഏകദേശം 700-750 കൊല്ലക്കാലമായി മുസ്ലിങ്ങൾ ആരാധനകൾ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലം 1947 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിനുമൊക്കെ എത്രയോ മുമ്പ് മുതൽ മുസ്ലിങ്ങളുടെ ആരാധനകളും മുസ്ലിമീങ്ങളുടെ ജുമുഅയും അതുപോലെ ഈദും എല്ലാം നടന്നുകൊണ്ടിരുന്ന വിശാലമായൊരു മസ്ജിദിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ നമ്മളെല്ലാവരും വളരെ ആശങ്കയോടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 14ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ആ പള്ളി അന്ന് നിർമ്മിച്ചപ്പോൾ മറ്റേതോ ആരാധനാലയത്തിന്റെ ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടോ കയ്യേറ്റം ചെയ്യപ്പെട്ടുകൊണ്ടോ ആണ് നിർമ്മിച്ചത് എന്ന് വിവിധ തലങ്ങളിൽ നിന്ന് വിവാദങ്ങൾ ഉയർത്തിവിടുകയും അതിന്റെ മറവിലൂടെ അവിടെ നിങ്ങൾ ആരാധനകൾ നിർവഹിക്കരുത്, വേണമെങ്കിൽ അതിന്റെ അടുത്തെവിടെയെങ്കിലും തുറസ്സായ ഒരു സ്ഥലം കണ്ടെത്തി ആരാധനകൾ നിർവഹിക്കൂ എന്നാണ് സുപ്രീം കോടതി വിധി പറയുന്നത്. എത്ര വിചിത്രമാണ്! കാലങ്ങളായി മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനാലയം 1935 രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് വിവാദങ്ങൾ ഉടലെടുത്ത സമയത്ത് ആ നാടിന്റെ അധികാരിയായിരുന്നയാൾ എഴുതിവെച്ച രേഖകൾ നമുക്ക് വായിക്കാൻ കിട്ടും. ഇതൊരു പള്ളിയാണ്, ഇവിടെ ആരാധനകൾ, നിസ്കാരങ്ങൾ നടക്കേണ്ടതുണ്ട്, നമാസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്, അതിന് മുടക്കം വരരുത്, അത് അതുപോലെ തന്നെ നടന്നുകൊള്ളട്ടെ, കമാൽ മൗല മസ്ജിദിൽ നിസ്കാരങ്ങൾ നടക്കട്ടെ എന്ന് 1935 അധികാരികൾ ഉത്തരവിട്ടതിന്റെ വിവാദങ്ങൾ ഉയർന്ന സമയത്ത് ആശങ്കകളൊന്നും വേണ്ട, ഇത് മുസ്ലിമീങ്ങളുടെ പള്ളിയാണ് എന്ന് പറഞ്ഞതിന്റെ ചരിത്ര രേഖകൾ കാണാം. അതും കഴിഞ്ഞു 2023 വരുമ്പോൾ മധ്യപ്രദേശ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പത്രങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, ആ സമയത്ത് 2 ആളുകളെ അറസ്റ്റ് ചെയ്തു. 2023 മധ്യപ്രദേശ് ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ടുമുമ്പ് ആ 2 ആളുകളെ അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം ഈ പള്ളിയിലേക്ക് വിഗ്രഹം കൊണ്ടുവെക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതിന്റെ പേരിലാണ് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഞാനിത് പറയുന്നത് കഴിഞ്ഞ ഡിസംബർ 6 ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പുതുക്കുമ്പോൾ ഇതേ പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ച ഒരു പ്രസംഗം നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാകും. ഒരു ബാബരിയല്ല, 1000കണക്കിന് ബാബരികൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കാൻ പോകുന്നുണ്ട് എന്ന് നമ്മൾ ഇവിടെ നിന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കൃത്യമായ ചിത്രവും വർത്തമാനവും ചരിത്രവും വെച്ച് പരിശോധിച്ചു നോക്കൂ. 1949 അയോധ്യയിലെ ബാബരി മസ്ജിദിലേക്ക് വിഗ്രഹങ്ങളെ ഒളിച്ചു കടത്തിക്കൊണ്ട് ഇത് ഞങ്ങളുടെ ദേവാലയമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. സംസ്ഥാനവും സ്ഥലവും മാത്രമേ മാറുന്നുള്ളൂ, നടക്കുന്നതെല്ലാം ഒരേ പാറ്റേണിലാണ്. 2023 മധ്യപ്രദേശിലെ കമാൽ മൗല മസ്ജിദിലേക്ക് വിഗ്രഹവുമായി ചെന്നുകയറി അവരെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ അന്ന് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഇന്ന് അതേ പള്ളിയാണ് സംശയാസ്പദമായ പള്ളി എന്ന നിലയിൽ അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട് എന്നതിന്റെ പേരിൽ ആ പള്ളിയുടെ ഉള്ളിലുള്ള ആരാധനാ സ്വാതന്ത്ര്യങ്ങളെ മുഴുവനും വിലക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത്.
1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന നിയമമാണ്. രാജ്യത്ത് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി തുടരണം. അവിടെ മറ്റു ചരിത്രങ്ങളോ വർത്തമാനങ്ങളോ ചേർത്തുവെച്ച് കലാപങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വളരെ കൃത്യമായി നിയമം പറഞ്ഞ ഒരു രാജ്യത്ത് 1991 നിയമത്തെ ആരാണോ സംരക്ഷിക്കേണ്ടത്, അതേ കോടതികൾ തന്നെ തുടർച്ചയായി രാജ്യത്തെ ആരാധനാലയങ്ങൾ കയ്യേറ്റം ചെയ്യപ്പെടുമ്പോ ആ നിയമം മറന്നുപോകുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. ആ നിയമമുണ്ടാക്കിയ ആളുകൾ അല്ലെങ്കിൽ ആ നിയമത്തെ പരിരക്ഷിക്കേണ്ടവർ അവരാണല്ലോ, കോടതികളാണല്ലോ ഈ നിയമത്തെ രക്ഷിക്കേണ്ടവർ. പുതിയ പുതിയ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായി വരുമ്പോ 947 മുതൽ ഇങ്ങോട്ടുള്ള രാജ്യത്തെ ആരാധനാലയങ്ങൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം പൂർത്തീകരിച്ച് സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിലനിൽക്കട്ടെ. അതിന്റെ പിന്നിലേക്ക് പോയി ചരിത്രം ചികഞ്ഞുകൊണ്ടുവന്ന് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിവിടെ സാമൂഹിക ഛിദ്രതയും പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് എന്ന് എല്ലാ ആരാധനാലയങ്ങൾക്കും ഒരു സംരക്ഷിത കവചമായി നിലനിൽക്കേണ്ട നിയമം, ആ നിയമത്തെ തന്നെ സാക്ഷാൽ രാജ്യത്തിന്റെ പരമോന്നത നിയമ സംവിധാനങ്ങൾ നോക്കുകുത്തിയാക്കുകയാണ്. അവിടെ ഓരോ സ്ഥലത്തും നമ്മൾ വിചാരിക്കും ബാബരിയോട് അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോഴാണ് ഷാദി മഹൽ മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദം, സംഭലുമായി ബന്ധപ്പെട്ട വിവാദം, മധുരയിലെ പള്ളിയുമായി ബന്ധപ്പെട്ട വിവാദം, ഗ്യാൻവാപ്പിയിലെ പള്ളിയുമായി ബന്ധപ്പെട്ട വിവാദം. ആലോചിച്ചു നോക്കൂ, എത്ര മസ്ജിദുകളുടെ താഴികക്കുടങ്ങൾ തല്ലിത്തകർത്തു താഴെയിട്ടാലാണ് ഈ വിവാദങ്ങളെല്ലാം അവസാനിക്കുക. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ചെയ്യേണ്ടിയിരുന്നത് ഈ രാജ്യത്തെ ആരാധനാലയങ്ങൾക്ക് നൽകിയിട്ടുള്ള പരിരക്ഷയെ മാനിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോ അതിന്റെ മുളയിലെ നുള്ളിക്കളയുകയായിരുന്നു വേണ്ടതെങ്കിൽ രാജ്യത്തിന്റെ ഓരോ സ്ഥലങ്ങളും കൂടുതൽ പ്രശ്നകലുഷിതമാകുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയുള്ള പള്ളികൾ, ആരാധനാലയങ്ങൾ കൈയേറ്റം ചെയ്യപ്പെടുമ്പോ സ്വാഭാവികമായും മുസ്ലിം സഹോദരങ്ങൾ, ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ വൈകാരികമായ സമീപനങ്ങളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും കൃത്യമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയാണ് രാജ്യത്തെ പുതിയ വർത്തമാനങ്ങൾ നമുക്ക് വായിക്കാൻ കിട്ടുന്നത്. എത്രയോ കാലമായി മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ടിരുന്ന 700 കൊല്ലം പാരമ്പര്യമുള്ള 800 കൊല്ലം പാരമ്പര്യമുള്ള പള്ളികളൊക്കെയാണ് ഈ സമീപ സമയങ്ങളിൽ ഇത്തരം വിഷയങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അവിടെയൊക്കെയും 700, 750, 800, 900 കൊല്ലങ്ങൾ പഴക്കമുള്ള പള്ളികളുടെ അടിയാധാരം അന്വേഷിച്ചു ചെല്ലുകയും അതിലേക്ക് ചില ചരിത്രങ്ങളെയോ മിത്തുകളെയോ ചേർത്തു വെച്ചുകൊണ്ട് ഈ പള്ളികൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് പലരും രംഗത്ത് വരികയും ആ പള്ളികൾ നിലനിൽക്കുന്ന ഇടങ്ങൾ, അവിടെയുള്ള ആരാധനകൾ അവസാനിപ്പിച്ച് പലർക്കും പതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ ശൈലി രാജ്യത്തിനൊട്ടും ഭൂഷണമല്ല. 1991 നിയമങ്ങൾ നിലനിൽക്കണമെന്നാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ ആരാധനാലയങ്ങൾ ആർക്കും കൈയേറ്റം ചെയ്യപ്പെടാൻ അവസരം നൽകരുത്. മുസ്ലിമിന്റെയോ ഹിന്ദുവിന്റെയോ ജൈനന്റെയോ ക്രിസ്ത്യാനിയുടെയോ ആരുടേതുമായിക്കൊള്ളട്ടെ, ഒരു പള്ളിയുടെയും താഴികക്കുടമോ ഒരു അമ്പലത്തിന്റെയോ ഒരു ക്ഷേത്രത്തിന്റെയോ ഏതെങ്കിലും ചർച്ചുകളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള ആരാധനകൾ നിർവഹിക്കപ്പെടുന്ന ആരാധനാലയങ്ങളുടെയോ മുറ്റം അശാന്തമാകരുതെന്നതിന്റെ പേരിൽ സമൂഹം ഛിന്ന ഭിന്നമാകരുതെന്നാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹം ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനെല്ലാം പകരമായി അല്ലെങ്കിൽ അതിനെല്ലാം വിപരീതമായി രാജ്യത്തിന്റെ പരമോന്നത കോടതികൾ പോലും ഇന്ന് ഇത്തരം അനീതികൾക്ക് കൂട്ടുനിൽക്കുന്നത് രാജ്യത്തെ ആശങ്കപ്പെടുത്തുന്ന വർത്തമാനമാണ്. രണ്ടാമതായി നമ്മുടെ വഖഫ് സ്വത്തുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ മുൻഗാമികൾ നമുക്ക് നൽകിയ വഖഫ് സ്വത്തുകൾ അവരുടെ ജീവിതത്തിന്റെയും ജീവന്റെയും അധ്വാനത്തിന്റെയും ബാക്കി പത്രമായി നമ്മിലേക്ക് കിട്ടിയതാണ്. കേരളത്തിലെ വഖഫ് സ്വത്തുകളിൽ ഏറ്റവും വലിയ കയ്യേറ്റം നടന്നത് മുനമ്പത്താണ്. പലതവണ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയുടെ വിധികളിൽ ഒന്ന് വന്നു. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിച്ചു. കേരളത്തിലെ ഇത്രയേറെ വരുന്ന പള്ളികളെ, മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളെ, സ്ഥാപന ജംഗമ വസ്തുക്കളെ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സംവിധാനിക്കുകയും ക്രമപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിച്ചു. എന്തുകൊണ്ടാണ്? അവിടെയാണ് നമുക്ക് വീണ്ടും ചിന്തിക്കാനുള്ള അവസരമുണ്ടാകുന്നത്. കേരള വഖഫ് ബോർഡിനെ, പുതിയ വഖഫ് ബോർഡിനെ രൂപീകരിച്ച സമയത്ത് ആ വഖഫ് ബോർഡിൽ 2 അമുസ്ലിമീങ്ങളെ ഉൾപ്പെടുത്തിയില്ല.
നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ വഖഫ് നിയമത്തിന്റെ തീരുമാനങ്ങളിൽപ്പെട്ടതാണ് മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡിൽ 2 ഇതര മതസ്ഥരായ അമുസ്ലിങ്ങളായ അംഗങ്ങൾ ഉണ്ടാകണം. അന്ന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ചോദ്യം ചെയ്തത്, കോടതിയിലേക്ക് പോയത്. മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നയിടത്ത് മറ്റുള്ളവർക്ക് എന്തു കാര്യം? മറ്റുള്ള ആളുകളുടെ പ്രാതിനിധ്യം എന്തിനാണതിൽ? അത് വലിയ ദുരൂഹതയല്ലേ? അതിലേക്ക് കടന്നുകയറുന്ന അത്തരം ആളുകൾ വഖഫ് സ്വത്തുകളുടെ പവിത്രതയെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തില്ല എന്നാര് കണ്ടു? ആ സമയത്ത് എത്രയോ വാഗ്വാദങ്ങൾ നടന്നതാണ്. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡുകളിലേക്കുള്ള മുസ്ലിങ്ങളല്ലാത്ത 2 ആളുകളെ സ്ഥിരപ്പെടുത്താനുള്ള നിയമിക്കാനുള്ള നിയമത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി ചോദ്യം ചെയ്തു. കേന്ദ്രത്തിന്റെ വഖഫ് നിയമം സുപ്രീം കോടതിയുടെ പരിധിയിൽ ചർച്ചയ്ക്കിരിക്കുമ്പോഴാണ് കേരളത്തിൽ പുതിയ വഖഫ് ബോർഡ് വന്നത്. കേരളത്തിൽ ഓരോ സർക്കാരുകളും അവരവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായി വഖഫ് ബോർഡുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഷോൺ ജോർജ് കോടതിയിലേക്ക് ചെന്നത്. അയാൾ പ്രതിനിധീകരിക്കുന്ന വർഗീയ പ്രസ്ഥാനത്തിന്റെ താല്പര്യം എന്താണെന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അയാളുടെ ആവശ്യം ഇവിടെ വഖഫ് ബോർഡ് നിലനിൽക്കണമെന്നല്ല, അയാളുടെ ആവശ്യം ഇവിടെ പള്ളികളുടെ പ്രവർത്തനം സുതാര്യമാകണമെന്നല്ല. ഹൈക്കോടതിയിലേക്ക് ചെന്നിട്ട് നിയമത്തിന്റെ മറവിലൂടെ, നിയമത്തിന്റെ പഴുതിലൂടെ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചയാളിന്റെ താല്പര്യം ഇവിടുത്തെ പള്ളികൾ നല്ലതുപോലെ നിലനിൽക്കണമെന്നാണെന്ന് ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ ഇവിടെ വളരെ ഭംഗിയായി നിലനിൽക്കണമെന്ന്, അതിന്റെ ക്രമീകരണങ്ങൾ കൃത്യമായിരിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല, മറിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തിന്റെ മറവിലൂടെ അതിൽ കടന്നുകയറി തങ്ങളുടെ താല്പര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുക. അതിനുവേണ്ടിയാണ് അയാൾ കോടതിയിലേക്ക് എത്തിയത്. ആ കോടതിയാണ് രാജ്യത്ത് നമ്മുടെ കേരളത്തിന്റെ വഖഫ് ബോർഡിനെ മരവിപ്പിച്ച, നമ്മുടെ കേരളത്തിന്റെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. വളരെ ആശങ്കയോടുകൂടി കാണേണ്ട വർത്തമാനമാണ്. കേരളത്തിന്റെ വഖഫ് ബോർഡ് പ്രവർത്തനങ്ങളിലേക്ക് 2 അമുസ്ലിമീങ്ങളെ വേണമത്രേ. ആലോചിച്ചു നോക്കൂ, ദേവസ്വം ബോർഡിലേക്ക് 2 മുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഇന്നുവരെ മുസ്ലിം സമുദായം എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു പള്ളി കമ്മിറ്റിയും പറഞ്ഞിട്ടില്ല, ഒരു മുസ്ലിയാരും സംസാരിച്ചിട്ടില്ല. കേരളത്തിലെ ക്രൈസ്തവ സഹോദരങ്ങളുടെ വ്യത്യസ്തങ്ങളായ മേഖലകളിലുള്ള അധികാരങ്ങളിലേക്ക് ഞങ്ങൾക്കൊരവസരം തരണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും അത് ചോദിച്ചു വാങ്ങിയിട്ടില്ല. മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്ത് അത് മുസ്ലിങ്ങളുടേതാണ്. ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങൾക്ക് ബാക്കി വെച്ചു തന്നതാണ്. അതിലേക്ക് ഏതെങ്കിലുമൊക്കെ കരിനിയമത്തിന്റെ പഴുതിലൂടെ കടന്നുകയറി കൈയിട്ട് വാരാമെന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ സമുദായം അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പള്ളികൾ ആശങ്കയിലാണ്, നമ്മുടെ വഖഫ് സ്വത്തുകൾ ആശങ്കയിലാണ്. ഈ വഖഫ് ബോർഡുകളിലേക്ക് നിയമിക്കപ്പെടുന്നവൻ വർഗീയമായി ചിന്തിക്കുന്നവനും മുസ്ലിങ്ങളുടെ താല്പര്യത്തിന് എതിരെ നിൽക്കുന്നവനുമാണെങ്കിൽ അവിടെയാണ് വീണ്ടും നമ്മൾ ആലോചിക്കേണ്ടത്. ഈ നമ്മുടെ പള്ളികളുടെ മുഴുവനും മടിയാധാരങ്ങൾ ഉൾപ്പെടെയുള്ളത് കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വർഗീയ താല്പര്യമുള്ള ചിലർ കടന്നു വന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയങ്ങൾ ഉണ്ടാവാം, പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവാം. പക്ഷേ മുസ്ലിം എന്ന നിലയിൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പോരാടേണ്ടവരാണ് നമ്മൾ സുജൂദ് ചെയ്യുന്ന മണ്ണുകൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പടപൊരുതേണ്ടവരാണ്. നമ്മൾ ആലോചിച്ചാൽ മതി, ബുദ്ധിയുള്ളവർക്ക് ആലോചിക്കാനാണ്. ഷോൺ ജോർജ് എന്ന് പറയുന്ന വർഗീയവാദി കേസ് കൊടുത്തത് മുസ്ലിങ്ങളുടെ പള്ളികൾ നന്നാക്കാനോ മുസ്ലിങ്ങളുടെ പള്ളികളുടെ പ്രവർത്തനങ്ങൾ ചൊവ്വാക്കാനോ അല്ലെന്ന് കൃത്യമായി ചിന്തിക്കാനുള്ള ബുദ്ധിയും വിചാരവും വിവേകവും നമുക്കുണ്ടാവണം. നമ്മുടെ ഓരോരുത്തരുടെയും പൗരത്വം ചോദ്യം ചെയ്തപ്പോ, ഈ മണ്ണ് നിങ്ങളുടേതല്ല എന്ന് പറയാനുള്ള താല്പര്യങ്ങളും ശ്രമങ്ങളും ഉണ്ടായപ്പോ അരുതേ എന്ന് വിളിച്ചു പറഞ്ഞ് നമ്മൾ രംഗത്തിറങ്ങിയവരാണ്. പക്ഷേ നമ്മൾ സുജൂദ് ചെയ്യുന്ന ഭൂമികൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തുകൊണ്ടാണ് സംഘടിക്കാൻ കഴിയാത്തത്? അള്ളാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഭൂമികൾക്ക് വേണ്ടി നമുക്കെന്തുകൊണ്ടാണ് കൃത്യമായ ഒരു നിലപാട് പറയാൻ കഴിയാത്തത്? നമുക്കെന്തുകൊണ്ടാണ് ആർജവത്തോടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയാത്തത്? നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ ബോർഡിൽ അംഗത്വം വേണമെന്ന് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിയാർ, എത്ര സംഘടനകൾ മുസ്ലിങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കൊക്കെ അതിലൊരു പ്രാതിനിധ്യം തരണം. നാണക്കേടല്ലേ? മറ്റൊരു മതത്തിന്റെ ആരാധനകൾ, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തുന്നയിടത്ത് ഷോൺ ജോർജിന്റെ കൂടെ ക്രൈസ്തവ സഹോദരങ്ങളിൽ പലരും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. നാണക്കേടല്ലേ? ഞങ്ങളുടെ മറ്റൊരു മതത്തിന്റെ ആരാധനകളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ഞങ്ങൾക്ക് കൂടി ഇടം വേണമെന്ന് വിലപിക്കുന്നത്. അതിലേക്ക് കടന്നു കയറണമെന്ന് മുസ്ലിങ്ങൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണ്. ഇവിടുത്തെ സാഹചര്യങ്ങളെ കൃത്യമായി അറിയുന്നവരല്ലേ മുസ്ലിം സഹോദരങ്ങൾ. ഈ അടുത്ത സമയത്താണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മറ്റൊരു നിയമം. വിദേശങ്ങളിൽ നിന്ന്
വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു നിയമം നമ്മുടെ രാജ്യത്ത് വന്നു. FCRI ഫണ്ടുകൾ സ്വീകരിക്കുന്ന നിയമം. ചാനലുകളൊക്കെ തുറന്നു നോക്കൂ. അതുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത് അധികവും ക്രൈസ്തവ സഹോദരങ്ങളാണ്. കാരണം ഈ രാജ്യത്ത് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് വലിയൊരു ഭൂരിഭാഗവും ക്രൈസ്തവ സഹോദരങ്ങളാണ്. ആ കേസിൽ ചെന്നു കയറാനോ അല്ലെങ്കിൽ കേന്ദ്രം കൊണ്ടുവന്ന നയം ഇവിടെ നടപ്പിലാക്കണമെന്ന് പറയാനോ ഒരവസരമാണ്, കിട്ടിയ വടിയാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള ഇതര മതസ്ഥരുടെ പ്രവർത്തനങ്ങൾ തടയണമെന്ന് വിചാരിക്കാനോ ഞങ്ങൾ ആരും രംഗത്ത് വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു വന്നിട്ടില്ല. ചിന്തിക്കാനാണ്, ആലോചിക്കാനാണ്. ഒരൽപ്പം പഴുത് കിട്ടുമ്പോഴേക്ക് ഫാസിസം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഇത്തരം കരിനിയമങ്ങളുടെ മറപിടിച്ചൊരു സമുദായത്തിനു നേരെ നീങ്ങുക എന്നുള്ളത് നീതികേടാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം നിങ്ങളെയും തേടി വരുമെന്ന് കുറിച്ചു വെച്ചോളൂ. ആലോചിക്കാനും മനസ്സിലാക്കാനുമാണ്. ഈ മുസ്ലിം സമൂഹത്തിന്റെ ഈ വഖഫ് സ്വത്തുകളൊക്കെ കയ്യിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഗൂഢമായ ആലോചനകളുടെ പിന്നാലെയാണ് അത്തരം കരിനിയമങ്ങളൊക്കെ പിറവിയെടുത്തത്. നമ്മളൊക്കെ ഉമീദ് പോർട്ടലിൽ നമ്മുടെ മഹൽ ഉൾപ്പെടെ നമ്മുടെ ആധാരങ്ങളൊക്കെയും രജിസ്റ്റർ ചെയ്തു വെച്ചവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം പ്രവർത്തനങ്ങൾ, വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കുക, അതിലൂടെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ തടഞ്ഞു വെക്കുക, അതിലൂടെ ഇവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ, ഇതിലേക്ക് അമുസ്ലിം സഹോദരങ്ങളെ തിരികെ കയറ്റാൻ, അതിലൂടെ തങ്ങൾ കിനാവ് കാണുന്നത് പലതും നടന്നു കിട്ടുമെന്ന ചിന്തയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ കൂടിയാണ് മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യങ്ങളും വിഷയങ്ങളും വരുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കൂട്ടത്തിലുണ്ട് നല്ല വക്കീലുമാർ. ഈ ഒരേ ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമല്ല ഇവിടെ കോടതികളിൽ എത്താൻ കഴിയുന്നത്. വിവിധ വിഷയങ്ങളിൽ കക്ഷി ചേരാൻ കഴിയുന്നവരിൽ ഇടപെട്ടുകൊണ്ട്, കേസുകളിൽ ഇടപെട്ടുകൊണ്ട് നമ്മളും മുന്നോട്ട് പോകേണ്ട ഒരു കാലത്താണ്. ഇങ്ങനെ നാനാ തുറകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ഐഡന്റിറ്റിയെ, നമ്മുടെ നിസ്കാര സ്ഥലങ്ങളെ, നമ്മുടെ സുജൂദിന്റെ ഇടങ്ങളെ, നാമുമായി ബന്ധപ്പെട്ട ആരാധനകളെ, ആരാധനാലയങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ മുഅ്മിനീങ്ങളെ നമ്മുടെ ഹൃദയം പള്ളികളിലേക്ക് ചേർത്ത് വെക്കുക. നമ്മുടെ മുൻഗാമികൾ നമുക്ക് തന്നേച്ചുപോയ ഈ ആരാധനാലയങ്ങളിലേക്ക് നമ്മുടെ കൽബ് ചേർത്ത് വെക്കുക. കൂടുതൽ ഇബാദത്തുകളിൽ വ്യാപൃതമാവുക. അള്ളാഹുവിന്റെ പള്ളികളെ സ്നേഹിക്കുക. അതിന് വലിയ ബഹുമതിയുണ്ടെന്ന് ഇന്നത്തെ ഖുതുബ പറയുന്നു. നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്ന് പള്ളിയിലേക്ക് ഹൃദയം ചേർത്ത് വെച്ചവരാണ്. ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പള്ളികൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണെന്ന ചിന്തയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പള്ളികളെ കൽബിലേക്ക് ചേർത്ത് അവിടുത്തെ ആരാധനകളിൽ, മറ്റ് അവിടെ നടക്കുന്ന സൽക്കർമ്മങ്ങളിലൊക്കെയും പങ്കുചേരുക. അള്ളാഹു നമ്മുടെ പള്ളികൾക്ക്, നമ്മുടെ രാജ്യത്തെ ആരാധനാലയങ്ങൾക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുമാറാകട്ടെ. നമ്മുടെ നാടുകൾ വർഗീയതകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.